മേഘവിസ്ഫോടനം. അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. കേൾക്കുന്നത് പോലെ ആളിത്തിരി പ്രശ്നക്കാരനാണ്. എന്താണ് മേഘവിസ്ഫോടനം? വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരു ചെറിയ പ്രദേശത്ത് ലഭിക്കുന്ന വലിയൊരു അളവ് മഴയാണ് മേഘവിസ്ഫോടനം അഥവാ ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഒരു മണിക്കൂറിൽ 100 മില്ലിമീറ്റർ മഴ പെയ്യുന്നതിനെ മേഘവിസ്ഫോടനം എന്ന് പറയുന്നു. മറ്റു രാജ്യങ്ങളിൽ ഭൂപ്രകൃതി നാശനഷ്ടമുണ്ടാക്കാനുള്ള സാധ്യത ഇവ പരിഗണിച്ച് ഈ അളവിൽ മാറ്റമുണ്ടാവും. 1 മില്ലിമീറ്റർ മഴ എന്നത് ഓരോ ചതുരശ്ര മീറ്ററിന് ഏകദേശം 1 ലിറ്റർ മഴവെള്ളമാണ്. അതിനാൽ ഒരു മേഘവിസ്ഫോടനം മണിക്കൂറിൽ 100 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത് സംഭവിക്കുന്ന ഓരോ ചതുരശ്ര മീറ്ററിന് 100 ലിറ്റർ വെള്ളമാവും. 20 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശത്ത് ഏകദേശം ഒരു മണിക്കൂറിൽ അപ്പോൾ 2 ബില്യൺ ലിറ്റർ വെള്ളമാണ് ഉണ്ടാകുന്നത്. ആ ഒരു ചെറിയൊരു പ്രദേശത്തെ അപേക്ഷിച്ച് അത് വലിയൊരു അളവിലുള്ള ജലമാണ്. 20 മുതൽ 30 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചെറിയൊരു ഭൂപ്രദേശത്തായിരിക്കും മേഘവിസ്ഫോടനങ്ങൾ എല്ലായ്പ്പോഴും കാണപ്പെടുക. മേഘവിസ്ഫോടനങ്ങൾ എപ്പോഴും വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നതാണ്. മേഘവിസ്ഫോടനത്തെപ്പറ്റി മലയാളി അവസാനമായി കേട്ടത് കഴിഞ്ഞ മെയ് 28-നാണ്. അതെ, 2024 മെയ് 28-ന് എറണാകുളം ജില്ലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായതായി കണക്കാക്കപ്പെട്ടിരുന്നു. അന്ന് കുസാറ്റ് സർവകലാശാല, കൊച്ചിൻ സർവകലാശാലയിൽ സ്ഥാപിച്ചിട്ടുള്ള റെയിൻ ഗേജ് അഥവാ മഴമാപിനിയിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന പ്രക്രിയയാണ് മേഘവിസ്ഫോടനത്തിനും അതിന് കാരണമാകുന്ന ക്യുമുലോ നിംബസ് എന്ന മേഘങ്ങളുടെ സാന്നിധ്യത്തിനും കാരണം. ഹൈറേഞ്ച് പ്രദേശത്ത്, അതായത് കുന്നിൻ ചുവരുകളിലും പർവ്വത പ്രദേശങ്ങളിലുമാണ് മേഘവിസ്ഫോടനം മൺസൂൺ സമയങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഈർപ്പം നിറഞ്ഞ ചൂടുവായുവിന്റെ മുകളിലേക്കുള്ള പ്രവാഹത്തെ ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയാം. ഈ ലിഫ്റ്റിങ്ങിൽ മുകളിലെത്തുന്ന വായു മർദ്ദം കുറഞ്ഞതിനാൽ തണുക്കുകയും ഘനീഭവിച്ച് മേഘങ്ങളായി തീരുകയും ചെയ്യുന്നു. എന്താണ് ക്യുമുലോ നിംബസ് മേഘങ്ങൾ? ഇടതൂർന്നതും ഉയർന്നതും 90 ഡിഗ്രിക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ഇവ. ഭൂമിയുടെ താഴത്തെ അന്തരീക്ഷമായ ട്രോപ്പോസ്ഫിയറിൽ നിന്നും രൂപം കൊണ്ട് മുകളിലേക്ക് തട്ടുകളായി 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ കൂമ്പാരം പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ മഴ, മഞ്ഞ്, ഇടിമിന്നൽ, ആലിപ്പഴം എന്നിവയ്ക്കും കാരണമാകുന്നു. മേഘവിസ്ഫോടനത്തെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിൻ്റെ നാശനഷ്ടങ്ങളും കുറയ്ക്കാനും സാധിക്കുമോ എന്നായിരിക്കും നമുക്ക് പിന്നീടുണ്ടാവുന്നൊരു സംശയം. എയ്റോസ്പേസ് വാഹനങ്ങൾ, റഡാർ, സാറ്റലൈറ്റ് മുതലായവയിൽ നിന്ന് മുൻകൂട്ടി ഒരു പരിധിവരെ നമുക്ക് മേഘവിസ്ഫോടനങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും ഇപ്പോഴും പരിമിതമായ അളവിൽ നിന്ന് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. മേഘവിസ്ഫോടനം എപ്പോഴും വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നതായി നമുക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. കർഷകരുടെ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാനും ജലസേചനം, വിള ആസൂത്രണം, ജലസംരക്ഷണ രീതികളും മുൻകൂട്ടി മനസ്സിലാക്കി അവയുടെ മാക്സിമം പ്രയോജനം ഉൾക്കൊള്ളുന്ന രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഒരു പരിധിവരെ തടയാനും അതിൻ്റെ നാശനഷ്ടങ്ങളുടെ അളവ് കുറയ്ക്കാനും സാധിക്കും. സിലാവോസ് നഗരത്തിൽ 1952 മാർച്ച് മാസം 24 മണിക്കൂർ പെയ്ത മേഘവിസ്ഫോടനമാണ് നാശനഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് 1870 മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത്. നാം ഇന്നറിഞ്ഞതും കേട്ടതും മേഘവിസ്ഫോടനത്തെ പറ്റിയാണ്. മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.